എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചാമ്പർ ഓഫ് കോമേഴ്സ് കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നടത്തി വരുന്ന വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ്. തിങ്കളാഴ്ചയാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും മുടങ്ങാതെയും മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ച് നടത്തി വരുന്ന ഒരു പരിപാടിയാണ് ഈ അന്നദാന പരിപാടിയാണ്. ഇന്നത്തെ സ്പോൺസർ നമുക്കൊക്കെ പ്രിയപ്പെട്ട മുരളിയേട്ടൻ്റെ, നമ്മുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട ജീവനക്കാരനായിരുന്ന മുരളിയേട്ടൻ്റെ സ്മരണാർത്ഥമാണ്. 2ാം ചരമവാർഷികയാണ്. ഇവിടെ ഈ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഉണ്ടായിരുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം വൈഫും മകളും വന്നിട്ടുണ്ട്, ഡോക്ടർ വന്നിട്ടുണ്ട്, മജീദ്ക്ക എത്തി. വരും മജീദ്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായിട്ട് മുരളീധര കൈമള സ്നേഹത്തോടു കൂടി ക്ഷണിക്കും. നേരത്തെ രവി പറഞ്ഞ മാതിരി നമ്മളെല്ലാം 10 വർഷത്തിലധികമായിട്ട് വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന ഈ അന്നദാന പദ്ധതി ഗുരുവായൂർ ചാമ്പർ ഓഫ് കോമേഴ്സിന്റെ ആഭിമുഖ്യത്തിലൂടെ നടപ്പിലാക്കി തുടങ്ങിയിട്ട് നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലും വിഭാവനം ചെയ്തെങ്കിലും മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെയൊക്കെ സൗകര്യാർത്ഥം നമ്മൾ ഈ അന്നദാനം ഇവിടെ നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് തിങ്കളാഴ്ചയായിട്ട് പോലും നമ്മൾ ഒരു TV മുരളീധരൻ്റെ 2ാം ചരമവാർഷികത്തിനോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ രത്നകുമാരി, മകൾ ഡോക്ടർ നിവേദിത ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ അഡ്വക്കേറ്റ് മജീദ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഡോക്ടർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് പരേതാത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു നിമിഷം എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി ചങ്ങത്ത്, ഗുരുവായൂർ ചാമ്പർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. കൂടാതെ ഗുരുവായൂർ പൈതൃകം, കരുണ മുതലായ സാമൂഹിക സാംസ്കാരിക സംഘടനയുടെ ഒക്കെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ആദരവോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ശ്രീ TV മുരളീധരൻ്റെ സഹധർമ്മിണി രത്നകുമാരി അവർകളാണ്. അവരെ ഞാൻ വേദിയിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവരുടെ മകൾ ഡോക്ടർ നിവേദിത ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അവരെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ, അവരുടെ കുടുംബ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഡോക്ടറെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ അഡ്വക്കേറ്റ് മജീദ്, ഗുരുവായൂർ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിത്വത്തിനോട് വേണം. അദ്ദേഹം കുടുംബാംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ മാമൻ, നമ്മുടെ പായസത്തിൻ്റെ ചാർജുള്ള മാമനുണ്ട്. ഇത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കാൻ സഹായിക്കുന്ന പ്രേംജി ഗുരുവായൂർ നമ്മളോടൊപ്പം ഉണ്ട്. പ്രേംജിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഈ അന്നദാനം സ്വീകരിക്കാൻ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം ഹരി, അവരെയൊക്കെ ആളായിട്ട് നമ്മൾ സഹരിച്ച് പ്രവർത്തിക്കുന്ന ഹരി, തിരുവനന്തപുരം ക്ഷേത്രത്തിലെ ഒരു ജീവനക്കാരൻ കൂടിയായ ഹരി ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു എല്ലാ സംസുദ്ദീൻ കഴിഞ്ഞ തവണ ഇവരിവിടെ ഉണ്ടായിരുന്നു. സംസുദ്ദീൻ്റെ ഭാര്യ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഈ അന്നദാനം സ്വീകരിക്കാൻ എത്തിച്ചേർന്നുള്ള നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷവേദിയിലേക്ക് അഡ്വക്കേറ്റ് രവി ചക്രത്തിന്. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞതുപോലെ ദൈവാനുഗ്രഹം കൊണ്ട് ഇതിങ്ങനെ 10-11 വർഷമായിട്ട് നടന്നു വരികയാണ്. അതിനൊക്കെ ഈ സ്പോൺസർമാരാണ് ഇതിന് കാരണമായിട്ടുള്ളത്. അവർക്കൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പം ഞാൻ അധികം നിർത്തുന്നില്ല, മഴയാണ്. 2 വാക്ക് ഇല്ല. എന്നാൽ പിന്നെ ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിക്കുക. പറയണ്ട, എന്തെങ്കിലും പറയണ്ട കേട്ടോ. എന്നാൽ കൊടുത്തോളൂ. പറയാം, ഒരു മേടിച്ചോളൂ കേട്ടോ. മഴഞ്ഞു വന്നാൽ പായസം കൊടുക്കും. ഓക്കെ. അത് വേറെ ഒരു മോളും വന്നോളൂ, മോളും കൊടുത്തോളൂ. ഇല്ല, ടീച്ചർ അവിടെ അത് പായസം വേറെ വെച്ചോട്ടാ. ഇവർക്കൊക്കെ കൊടുക്കണം, ഈ വന്നവർക്കൊക്കെ കൊടുക്കണം പായസം. അല്ല, ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞാന്ന് പോണം. പോരാ, 8 വേണം. എവിടെ ഉണ്ടോ ചോദിച്ചോ. കൊടുത്തോളൂ. ഒരെണ്ണം 2 കഴിഞ്ഞിട്ട്, ഒരെണ്ണം കഴിഞ്ഞിട്ട് തരും കഴിഞ്ഞാൽ തരും. അത് അവരൊക്കെ കൊടുത്താൽ അടുത്ത് തരൂ കേട്ടോ. ഹരി, ഇതൊന്നും മൂടിയാ വേണ്ട. ഒന്നുകിൽ മഴ, പിന്നെ അത് ഒന്നും ഇത് വലിയ കുപ്പിയുണ്ട്. ടീച്ചറെ വീട്ടിലുണ്ടോ അതേനാ? ഓക്കെ. വാങ്ങാം.
ആ കഴിഞ്ഞ ഒരെണ്ണം ഇവിടെ കൊടുത്തോളൂ മുരളി. ഒരെണ്ണം കൊടുത്ത് കഴിയട്ടെ. അവരെന്നും 2 3 ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.